അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅൽ ജുദ് الثاني കിതാബ് البيع. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد. ബൈഇന്റെ ഷർത്തുകളാണ് പറയുന്നത്. വലാ യസിഹു ശിറാഉൽ കാഫിരി അൽ മുസാഫ. കാഫിർ അപ്പോൾ റുഷ്ദ് ഷർത്തുല്ലാക്കതി റുഷ്ദാണെന്ന് പറഞ്ഞല്ലോ അല്ലേ? വലാ യസിഹു ശിറാഉൽ കാഫിരി, കാഫിർ വാങ്ങാൻ പറ്റില്ല. അൽ മുസാഫ, മുസാഫിനെ വാങ്ങൽ സയ്യാവൂല. കുതുബൽ ഹദീസ്, ഹദീസിൻ്റെ കിതാബിന് മുസാഫിനെ ഒന്നും കാഫിർ വാങ്ങൽ ശരിയാവില്ല, സഹിയാവില്ല. വൽ മുസ്ലിമ, മുസ്ലിമിനെ വാങ്ങാൻ പറ്റൂല. അപ്പോൾ കാഫിർ മുസാഫ് വാങ്ങാൻ പറ്റൂല, കിതാബുൽ ഹദീസ് വാങ്ങാൻ പറ്റൂല, മുസ്ലിമിനെ വാങ്ങാൻ പറ്റൂല. പിള്ളേരി അള്ളാഹുടെ അഭിപ്രായത്തിൽ മുസ്ലിമിനെ വാങ്ങാൻ, മുസ്ലിമായ അടിമനെ വാങ്ങാൻ പറ്റൂല. ലിമാഫി മിൽക്കിഹിൽ അവലേനി, ആദ്യത്തെ രണ്ടെണ്ണം ഉടമയാക്കുന്നതിലുണ്ട് അതിന് വേണ്ടി മിനൽ ഇഹാനത്തി, നിസ്സാരമാക്കൽ. ഒരു നിസ്സാരമാക്കൽ. മുസാഫിനൊരു വാങ്ങണം എന്തായിക്കാരം, കാഫിർ വാങ്ങുമ്പോൾ ഹദീസിൻ്റെ കിതാബിനൊക്കെ വാങ്ങുമ്പോൾ നിസ്സാരാക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കൊണ്ടേറ്റ് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് തുമ്പില്ലാതാക്കാം. സാലിസി, മൂന്നാമത്തേന് മിനൽ ഇതിൽ നിന്ദയാക്കലുണ്ട്. അതായത് മുസ്ലിമിനെ ഓരോ കൈ കൊണ്ടുവന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുസ്ലിമിനെ കാഫിറിന് നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ കിതാബിനെ ഹദീസിനെ ഒന്നും എന്താക്കാൻ പാടില്ല. ആ കച്ചവടം തന്നെ എന്താവില്ല, സഹിയാവൂല. ലിമാഫി മിൽക്കിഹിൽ അവലേനി അതാ മുസാഫും കിതാബുൽ ഹദീസും ഇഹാനത്തുണ്ട്, അതിന് നിസ്സാരപ്പെടുത്തലുണ്ടാവും. പിന്നെ ഈ നിന്ദിക്കൽ. വലിത്താലിസി, മൂന്നാമത്തേന് പിന്നെ ഇതിലാല് നിസ്സാരമാക്കുകയും ചെയ്യുക, നിന്ദ്യമാക്കുക. വഖദ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. കേട്ടോ, അള്ളാഹ് ആക്കിയിട്ടില്ല കാഫിരീങ്ങൾക്ക് മുഅ്മിനീങ്ങളുടെ മേൽ ഒരു മാർഗവും ഇല്ല. അതായത് വല്ല വാങ്ങലോ കൊള്ളലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാഫിരീങ്ങൾക്ക് അധികാരമില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുസ്ലിമിന് എന്താക്കാൻ പറ്റില്ല, കാഫിർ വാങ്ങാൻ പാടില്ല. ആ കച്ചവടം എന്തല്ല, സഹിയല്ല. വസാനി, സാനിക്കാർ പറയണം എന്താ അറിയാം, യസിഹു, അതാണ് അൽഹറിലെ അഭിപ്രായമല്ലേ, അൽഹറിലല്ലേ ഇപ്പോൾ എന്താ പറ്റില്ല എന്ന് പറഞ്ഞത്. സാനിക്കാർ പറയണത് സഹിയാവും. പക്ഷേ വയുമർ ബി ഇസാലത്തുൽ മിൽക്കി അൻ കുല്ലി മിന സലാദി, മൂന്നത്തൊട്ടും വാങ്ങി കച്ചവടമൊക്കെ ശരിയാണ്. പക്ഷെ അവൻ്റെ ഉടമ നീക്കലിന് എന്താക്കണം, തടണവനോട് അത് നീക്കിയാളോ അതിൻ്റെ അടുത്തിൻ്റെ അടുത്ത് വെക്കണ്ടാറിഞ്ഞിട്ട് അവനോട് ഒന്ന് കച്ചവടം ഒഴിവാക്കിച്ച. കച്ചവടം ശരിയാണ്, പക്ഷെ അവൻ്റെ അടുത്ത് വച്ചങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള അടിസ്ഥാനത്തിൽ എന്താണ് അവനോട് കൽപ്പിക്കുക. എന്ത് കൽപ്പിക്കുക? ഉമർ ബിസാലത്തിൽ മിൽക്കി, ആ മിൽക്ക് നീക്കാൻ പറയാനോട്. ഞാൻ കൊല്ലിമിന സലാസി, ഈ മൂന്നെണ്ണം എന്നുള്ള എല്ലാം ഓരോന്നിൻ്റെയും. ഓഫിർ റോളത്തി, റോളിയിൽ എന്താ ഉള്ളത് അറിയോ, അസൽ റോളുള്ള മാതിരി തന്നെ തസ്സിയു തരീക്കത്തിൽ കത്തയെ ബില്ല അവലുകൊണ്ടുള്ള ആ കത്തയായ തരീക്കിന് എന്താക്കലാണ്, സഹിയാക്കലാണ്. തരീക്കിന് സഹിയാക്കലാണ്. മൂന്നിനല്ല, പിന്നെ എന്താണ് അത് ആ രണ്ടെണ്ണത്തിൽ എന്താണ് പറ്റൂല. ഇതില്ല അവലേന് വൽ ഫർക്കു, രണ്ടെണ്ണത്തിലും ആദ്യത്തെ രണ്ടെണ്ണത്തിലുള്ളൂ. പിന്നെ മൂന്നാമത്തേൽ എന്താ ഇല്ലാത്ത, മൂന്നാമത്തേൽ എന്താക്കിയില്ല, സഹിയാക്കിയിട്ടില്ല, കത്തിൻ്റെ തരീക്കാക്കിയിട്ടില്ല. മൂന്നാമത്തേനെ ഒന്നിനും രണ്ടിനെ എന്താക്കിയിട്ടുള്ളൂ, ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്താ വ്യത്യാസം? വൽ ഫർക്കു, വ്യത്യാസം, അന്നൽ അബ്ദ് അടിമ യംകിനുൽ ഇസ്തിവാസത്ത്, സഹായം തേടാൻ ചാൻസ് ഉണ്ട്. ദില്ലി, അവൻ്റെ ആ നിസ്സാരത, അവൻ്റെ മേലെ നിസ്സാരത വരും എന്ന് പറഞ്ഞില്ല, നിന്യമാക്കലൊക്കെ വരും എന്ന് പറഞ്ഞില്ല, അതിനെ തടയാനും നഫ്സി, അവൻ്റെ നഫ്സിനെ തൊട്ട് നിസ്സാരതയെ തടയാനും സഹായം ചോദിക്കാനും എന്തൊക്കെ ഓനെ സാധ്യതയുണ്ട്. മറ്റേ മുസാഫും ഹദീസിൻ്റെ കിതാബും എന്ന് പറഞ്ഞ ഇതേമാതിരി അല്ലല്ലോ. അതെന്താ ഒരു കൊണ്ടുപോയി ചെയ്യുന്നത് വെച്ചാൽ സഹിക്കാമെന്നല്ലാതെ അവരോടൊന്നും കഴിയുമല്ലോ, ഒന്നും ചെയ്യാൻ കഴിയുമല്ലോ. നേരെ മറിച്ച് അബ്ദിനിക്ക് അതിനൊക്കെ എന്താക്കാൻ പറ്റും, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ളവരോട് സഹായം ചോദിക്കലും സഹായത്തെ തേടിയാണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റും.
അപ്പം അങ്ങനെ ആ അതിൽ എന്താണ് അസുൽ റോദയിൽ എന്താക്കിയിട്ടുണ്ട്, ഊലയാണ്, അതായത് പറ്റൂല എന്ന് തന്നെയാണ് ഏതിൽ രണ്ടിലും, ആദ്യത്തെ രണ്ടിലും മുസാഫിലും പിന്നെ ഹദീസിൻ്റെ കിതാബിലും. എന്താണ് മറ്റേൽ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പറയാത്ത കാരണം ഇതാണ്, അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. കേട്ടോ, അങ്ങനെ മറ്റൊരു സഹായം തേടിയിട്ട് എന്താക്കാം, ദുല്ലിനെ എന്താക്കാം, തടയാം, അന്നഫ്സി അവൻ്റെ ശരീരത്തെ തൊട്ട്. ഇല്ലാ യാത്തിക്കാലേ കേട്ടോ, മുസ്ലിമിനെ വാങ്ങല് എന്തല്ല, ഇപ്പൊ സഹിയായ അഭിപ്രായ പ്രകാരം എന്തല്ല, അദ്ഹറിൽ എന്തല്ല, സഹി അല്ല മുസ്ലിമിനെ വാങ്ങിയ സഹി ആകും എവിടെ, ഇവന്റെ ഇത് വാങ്ങണോടുകൂടെ അവന്റെ മേലുണ്ട് ഇത്തിക്കാവും. ഈ ആബിദ് എന്താവുന്നതാണ്, ഹുറായി മാറുന്നതാണ്. അങ്ങനത്തെ കച്ചവടം ഉണ്ട്. അടിമനെ വാങ്ങുമ്പോൾ അടിമയായിട്ട് നിൽക്കൂല. ചില ആൾക്കാർ വാങ്ങണോടുകൂടെ എന്താണ്ടാണ്ട് അലിഞ്ഞു പോകും. അതായത് അടിമ എന്നുള്ള സംഗതിയാണ് പോയി തീരും. അങ്ങനത്തെ ഒരായാലും വെച്ച്, അതായത് ഇവൻ വാങ്ങണോടുകൂടി എന്തായി, അടിമത്താണ് പോവും. അതെങ്ങനെ, വാപ്പയെ വാങ്ങണ മകനെ, അപ്പം എന്തായി, പിന്നെ മകൻ എന്താവും, ഹുറാവും. അതുപോലെ തന്നെ മകൻ വാങ്ങാണ് വാപ്പാനെ, എന്നാൽ വാപ്പ എന്താവും, ഹുറാവും. അപ്പം ഈ പിന്നെ വാങ്ങുന്നതോടുകൂടെ അടിമത്തില്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലാണ് ഈ വാങ്ങുന്നതോട് കുഴപ്പമില്ല എന്നാണ്. ഇല്ല ഞാഴ്ത്തിക്കോവാൻ ഇത്തിക്കുടയവനായാലോചിച്ച്, ഇത്തിക്കായാലോചിച്ച്, അല്ലെങ്കിൽ അവൻ്റെ മേൽ ഈ വാങ്ങുന്നതിൻ്റെ മേൽ ഇത്തിക്കാവുകയാണെങ്കിൽ തിരക്കിടില്ല. ഞങ്ങൾക്ക് എന്താക്കാം, വാങ്ങാം, മുസ്ലിമിനെ വാങ്ങാം. കാബിയൻ്റെ വാപ്പയെ വാങ്ങിയതേക്കും, വാപ്പ കാഫിറാണ്, വാപ്പ മകനെ മുസ്ലിമാ മകനോട് വാങ്ങിനോട് കൂടെ എന്തായി, ഇത്തിക്കായോ സ്വതന്ത്രനായി. അവ പിന്നെ മോനെ പോലെ എൻ്റെ മോനെ വാങ്ങി. ഫയസിഹു അപ്പം സഹിയാവുന്നതാണ്. റഫ് കൊണ്ട് യസിഹു ഷിറാവു എൻ്റെ ആ കൊള്ളൽ എന്താവുന്നതാണ്, സഹിയാവുന്നതാണ്. വാങ്ങൽ സഹിയാവുന്നതാണ്. അപ്പം അടിമനെ വാങ്ങാം ഈ കൊലത്തിൽ, വാങ്ങുന്നതിന് കുഴപ്പമില്ല. ഫില്ല സഹിയ സാഹിബ്രാത്തിൽ ലിന്തിഫായി ഇതിലാലി അന്നേരം ഇപ്പം പറഞ്ഞ കാരണമില്ലല്ലോ. ഇതിലാലാക്കുക, നിസ്സാരാക്കുക, അങ്ങനെ വാങ്ങിയാണ്ട് കീഴ്പ്പെടുത്തിയാണ്ട് അങ്ങനെ ആക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ വാങ്ങണോട് കൂടെ സ്വതന്ത്രനായി മാറിയില്ലേ. ഇസ്തിഖ്റാരി മിൽക്കി, അവൻ്റെ മിൽക്ക് സ്ഥിരമായില്ല. മിൽക്കാണ്ട് വാങ്ങണോട് കൂടെ മിൽക്കില്ലാതാക്കുകയാണ്. അടിമത്ത മോചിപ്പിക്കൽ അങ്ങോട്ട് വന്നേക്കാണ്, വാങ്ങുന്നതോട് കച്ചവടത്തോടു കൂടെ തന്നെ. സാനിക്കാർ ലായസിഹുവാവും പറ്റൂല കേട്ടോ. ലിയന്നഹു ലായഫുലു അനിലിതില. എന്തായാലും ഒരു മുസ്ലിം കാഫിറിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലാലിനെ തൊട്ട് ഒഴിവാകൂല എന്ന് അവർ പറയണത്. അപ്പം എന്താവും പറ്റൂല, അങ്ങനെ ആയാലും പറ്റൂല. കാഫിർ വാങ്ങാൻ പറ്റൂല മുസ്ലിമിനെ. വലാ ഷിറാഉൽ ഹർബി വാങ്ങാൻ പറ്റൂല. ഹർബിയായ കാഫിർ വാങ്ങാൻ പറ്റില്ല. അതായത് RSS കാരൻ വാങ്ങാൻ പറ്റൂല. RSS കാരൻ നല്ല മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുത ഉള്ളതായിരിക്കുന്ന കാഫിർ ഓൻ വാങ്ങരുത് സിലാഹിനെ. വല്ലാഹു അലം കേട്ടോ. ഓൻ ആയുധം വാങ്ങലും എന്താവില്ല, ആ കച്ചവടം ശരിയാവില്ല. അപ്പോൾ ഓൻ ആയുധം വിൽക്കാൻ പറ്റൂല. ഹർബിയായ കാഫിറിന് RSS കാരന് എന്താക്കാൻ പറ്റൂല, വാളിവാളും മറ്റൊതൊന്നും എന്തായാലും ആയുധങ്ങൾ വിൽക്കാൻ പറ്റില്ല. സിലാഹ് വല്ലാഹു അലം. കമാദക്രഹു റാഫി, നമ്മൾ സ്വന്തം അഭിപ്രായമല്ല, റാഫി പറഞ്ഞ മാതിരി തന്നെ. റാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റാഫി ഇമാം ഫിഷറയുടെ ഷറയിൽ നോക്കിയാൽ കാണാം, മനായിൻ്റെ ബാബിൽ. ലിയന്നഹു യസ്തഈനു ബിഹി അലാ ഖിതാലിന, നമ്മളോട് യുദ്ധം ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട്. കാരണം അതിപ്പോൾ എന്താണെന്നാണ് പറ്റൂല, അങ്ങനെ നോക്കാൻ പറ്റൂല. കച്ചവടം എന്തല്ല ചെയ്യാല്ല. ലിയന്നഹു യസ്തഈനു ബിഹി അലാ ഖിതാലിന ബിഖിലാഫി സിമ്മിയ കാഫിറിന് മാറുകൊണ്ട്. ഫഇന്നഹു ഫീ ഖബ്ളത്തിന, നമ്മളെ കീഴിലാണോ ഉള്ളത്. കാരണം നമുക്ക് ദണ്ഡം നിന്നാണ്ട് ജീവിക്കുന്ന ആളല്ലേ, നമ്മളേക്ക് ആയുധേറ്റ് വരാൻ നിൽക്കൂല. അപ്പോൾ ഓൻ ആയുധം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ബിഖിലാഫി വൈരിസിലായി, ആയുധം അല്ലാത്തതിനക്ക് മാറുകൊണ്ട്, അതിന് കുഴപ്പമില്ല. മിമ്മായേത്തി മിന്നു ഒന്നിനാൽ എത്തി എന്ത് വരും, ആയുധം വരും അതിന്. അപ്പം ഇരുമ്പ് കൊടുക്കണതിന് കുഴപ്പമില്ല. ഇരുമ്പിനാൽ ആയുധം ഉണ്ടാക്കും. അങ്ങനത്തെ ഒന്ന് ഇനി മാറുകൊണ്ട് കല്ലാതീത് ഇരുമ്പ് പോലെ. ഫൈനഹു ലാ യതഅയ്യനു ജഅലു സലാം, അത് ആയുധമാക്കണം എന്നില്ലല്ലോ. കൊണ്ടുപോയാണ്ട് മറ്റേ എന്താ പാർപ്പിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, വീടുണ്ടാക്കാനോ. ഇപ്പം എപ്പോഴത്തെ കാലത്തൊക്കെ ഇരുമ്പൊക്കെ കൊണ്ടുപോകണോണ്ട് എന്താ ഉണ്ടാവും,
മറ്റുപകാരങ്ങളും നടത്താൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് സിലാഹേ കുഴപ്പമുള്ളൂ. സിലാഹ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തില്ല, കുഴപ്പമില്ല. തയ്യൻ ജായലുഹു സിലാഹ്, സിലാഹൻ ആയിക്കൊള്ളണമെന്നില്ല, സിലാഹ് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. വസയത്തി ആഖിറൽ ബാബി, ഈ ബാബിന്റെ ലാസ്റ്റ് വരുന്നുണ്ട്, അന്നഹു യസിഹു സൽമുൽ അഅ്മന്റെ സൽമച്ചോളം എന്താണ്, സഹിയാണ്. ഐ ബി ഖിലാഫി ബൈ ഔ ശിറായി, ഓന് വാങ്ങാനോ വിൽക്കാനോ, അവൻ്റെ വിൽക്കലും വാങ്ങലും ഒന്നും ശരിയല്ല. കാരണം കാണണമെന്നല്ലേ, കാണൽ ഉണ്ടാവില്ല അഅ്മന്റെ അടുത്തുനിന്ന്. അതുകൊണ്ട് അവൻ്റെ സ്ഥലം കച്ചവടം എന്താണ്, സഹിയാവും. മറ്റ് വിൽക്കലും വാങ്ങലും വെച്ച് പല യസിഫു, അത് സഹിയാവൂല. ലിയാദമി റുയ്യത്തി, കാഴ്ച ഇല്ലാത്തതുകൊണ്ട്, കാണണമല്ലോ, സാധനം കാണണം വാങ്ങുമ്പോൾ, മറ്റേ ചതിപ്പെടുമല്ലോ. വഫി ഷറൈൽ മുഅദ്ദബി, ഷറൈൽ മുഅദ്ദബിലുണ്ട്, അന്ന ബയ്യുൽ മുസ്ലിമി, മുസ്ലിം വിൽക്കല്, അൽ മുസഹഫ, മുസാബിനെ വിൽക്കുക, വഷിറവിനെ വാങ്ങലും മക്രുഹാണ്. അപ്പോൾ മുസാബ് വാങ്ങലും വിൽക്കലും ഒക്കെ എന്താണ്, കറാത്താണ്. വക്കീല യുക്ര, ഒരു കീലുണ്ട്, യുക്രവുൽ ബൈ, ബുക്കലേ കറാത്തുള്ളൂ, ഷിറ എന്തില്ല. ഷിറ നമുക്ക് അവന് ആവശ്യം ഉണ്ടാവും, അപ്പോൾ ആവശ്യത്തിന് വാങ്ങേണ്ടി വരും. ബുക്കൽ എന്തില്ല. മുസാബ് ബുക്കാറിന് എന്താണ്, അതിനൊരു ഇതാക്കലാണ്. അപ്പോൾ കച്ചവടം ചെയ്ത് അപ്പോൾ വെറുതെ ഒക്കെ കൊടുക്കുക, അതിന് കുഴപ്പമില്ല. ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വാങ്ങാം. ശീലപ്രകാരം എന്താണ്, വാങ്ങണതിന് കാര്യം എടുത്ത് വാങ്ങണതിന് കുഴപ്പമില്ല. കച്ചവടം മൊത്തത്തിൽ എന്താണ്, കച്ചവടം ആക്കുക എന്നാണ്, കച്ചവട സാധനം ആക്കാറിന് നിസ്സാരാക്കൽ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇനി വലിൽ മബി ഷുറൂത്തൻ, മബീനിക്ക് കുറേ ഷർത്തുകളുണ്ട്. വിൽക്കുന്ന സാധനത്തിന് കുറേ ഷർത്തുകളുണ്ട്. അത് എങ്ങനത്തെയൊക്കെ സാധനങ്ങളാവണം വിൽക്കേണ്ടത്. ഇപ്പം എന്തായി, ഇപ്പം എന്തൊക്കെ ഷർത്തുകളാണ് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ എന്താണ്, റഷീദ് ആവണം എന്നല്ലേ, ആ റഷീദിൻ്റെ ചർച്ച ഇപ്പോൾ കഴിഞ്ഞത്. ആ ബായി എന്താണോ, റഷീദാണോ മുസ്തരി എന്ന് പറഞ്ഞില്ലേ, ആ ചർച്ച ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ കാഫിറിൻ്റെ ചർച്ച വന്നു. കാഫിറിൻ്റെ പിന്നെ ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല, മുസാബ് കൊടുക്കാൻ പാടില്ല, ഹദീസ് കൊടുക്കാൻ പാടില്ല, ആ കച്ചവടം തന്നെ കടക്കാൻ പാടില്ല, സയ്യാവില്ല കച്ചവടം. വലിൽ മബീ ഷുറൂത്ത്, ഇനി മബീനിക്ക് കുറേ ഷർത്തുകളുണ്ട്. ഹംസത്തിന് 5 ഉണ്ട്. ഷുറൂത്തിന് ഹംസത്തിന് 5 ഷർത്തുകളുണ്ട്. അഹദുഹ, ഒന്ന് തഹാറത്തു ഐനി, ആ സാധനം ശുദ്ധിയാകുക തന്നെ, നജസ് പറ്റൂല. പലായ സിഹു ബൈരു കൽബി വൽ ഖിൻസീരി, കൽബിനും ഖിൻസീരിനൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ. നായനെ വെക്കാൻ പറ്റില്ല, നായ നജസാണല്ലോ. ആ സാധനം ശുദ്ധിയുള്ളതാണോ കച്ചവടം നടക്കണമെങ്കിൽ. നായ കച്ചവടം ശരിയാവില്ല. അതുപോലെ തന്നെ ഖിൻസീറിനെ വെക്കാൻ പറ്റില്ല. ഖിൻസീറൊക്കെ ഇപ്പോൾ കാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടും, ഒന്നാണ്ട് എന്താക്കുക വെക്കുക, അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഖംറ്, കള്ളച്ചവടം, കള്ള് ശുദ്ധി ഇല്ലല്ലോ. വൈരിയും അതല്ലാത്തതും, ഇത് രണ്ടും അല്ലാത്ത, ഇവിടെ ഖംറും കൽബും പറഞ്ഞത് അല്ലേ. കൽബും ഖംറും എന്തല്ല, ആ ബൈ എന്തല്ല, സഹിയല്ല. വൈരിമ, അത് രണ്ടും അല്ലാത്ത, മിൻ നജസിൽ അതിന് നജസിനാൽ, വളക്കച്ചവടം മറ്റേ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ആ കച്ചവടങ്ങളൊന്നും എന്തല്ല, കച്ചവടം സഹിയല്ല. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ, വിരോധിച്ചു അൻ സമനിൽ കൽബി, നായ വിറ്റിട്ട് കിട്ടിയ കാശിനെ തൊട്ട് വിരോധിച്ചിട്ടുണ്ട്, അതിൻ്റെ വിലനെ തൊട്ട്. വഖാല, റസൂൽ അത് പറയുകയും ചെയ്തു, ഇന്നല്ലാഹ ഹറമ ബൈഅൽ ഖംരി വൽ മൈത വൽ ഖിൻസീരി, കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട് ബൈഅൽ ഖംരി, കള്ള് കച്ചവടം, വൽ മൈതത്തി, ചവക്കച്ചവടം, വൽ ഖിൻസീരി, പന്നിക്കച്ചവടം. ഇതൊന്നും എന്താകാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ള പറയുകയും ചെയ്തു. അപ്പം എന്താ, നജസായ സാധനം എന്താൻ പാടില്ല, വിൽക്കാൻ പാടില്ല. റവാഹു അശ്ശൈഖാൻ, ഈ 2 ഹദീസിന് റിപ്പോർട്ട് ചെയ്തതാണ് ഷെയ്ഖാനിയാണ്. നഹാൻ സമനിൽ ഗൽബി എന്നും പിന്നെ ഇന്നല്ലാഹ ഹറമ ബൈഅൽ ഖംരി വൽ മൈതത്തി വൽ ഖിൻസീരി എന്നുള്ള ഈ 2 ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വൽ മഅന ഫിൽ മദ്കൂറാത്തി, ഈ പറഞ്ഞതിലൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? നജാസത്തു ഐനിഹിമ, അതിൻ്റെ ഐന നജസാകുക എന്നുള്ള, അതിൻ്റെ ഐന നജസാകുക എന്നുള്ളതാണ് പ്രശ്നം. ഇതിലുള്ള മാന ഫൽഹഖു ഫഉൽഹിഖ ബിഹാ ബാക്കി നജസിൽ ഐനും, ബാക്കിയുള്ള നജസുകളൊക്കെ എന്താക്കി ഇതിനോട് ചേർക്കപ്പെട്ടു. ഇവിടെ ഹദീസിൽ ഏതേ പറഞ്ഞിട്ടുള്ള ഖംറ്, കള്ള്, പിന്നെ ചവം, പിന്നെ ഖിൻസീർ,
ഈ മൂന്നെണ്ണല്ലേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള നജസ്സുകൾ എന്താക്കി ഇതിനോട് ചേർക്കപ്പെട്ടു. നായം പറഞ്ഞല്ലോ സമനലുക്കൽ. ഇപ്പോൾ ഉൽഹിഖ ബിഹാ, ഇതോട് ഈ നജാസാത്തിനോട് ചേർക്കപ്പെട്ടു, ഈ പറയപ്പെട്ടതിനോട് ചേർക്കപ്പെട്ടു എന്ത്? ബാക്കി നജസ്സില്ല, അതിന് ബാക്കിയുള്ള നജസ്സുകളൊക്കെ, വളം, മറ്റേ നജസായ കാഷ്ടങ്ങളൊക്കെ കച്ചവടം ഉണ്ടല്ലോ, അതൊക്കെ. വൽ മുത്തനജ്ജിസുല്ലദീ ലാ യുംകിനു തത്ഹീറുഹു ലിഅന്നഹു ഫീ മഅനാ നജസിൽ ഐൻ. മുത്തനജ്ജിസിന് വിൽക്കാൻ പറ്റില്ല കേട്ടോ, നജസ്സിനെ വിൽക്കാൻ പറ്റില്ല, മുത്തനജ്ജിസിനും പിന്നെ എന്താക്കാൻ പറ്റില്ല, ഐനുൻ നജസ്സിനും വിൽക്കാൻ പറ്റില്ല, മുത്തനജ്ജിസിനും വിൽക്കാൻ പറ്റില്ല. എങ്ങനത്തെ മുത്തനജ്ജിസാണ്? അല്ലത്തി ലാ യുംകിനു തത്ഹീറു, ശുദ്ധമാക്കാൻ ചാൻസ് ഇല്ലാതെ സാധ്യമാവാത്ത ഐനുൻ നജസ്. മുത്തനജ്ജിസ് പറഞ്ഞാലും നജസ് പറഞ്ഞാലും നജസ് നജസിൻ്റെ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, കഴുകി നന്നാക്കാൻ പറ്റില്ല. മുത്തനജ്ജിസും ഉണ്ടാവും, കഴുകി നന്നാക്കാൻ പറ്റില്ല. മുത്തനജ്ജിസ് പറഞ്ഞാൽ നജസായത്. ഇപ്പോൾ വസ്ത്രത്തിലൊക്കെ നജസായാലും എന്താ കഴുകാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ മുത്തനജ്ജിസാണ് ഇപ്പോൾ ഈ വസ്ത്രം നജസായാലും മൂത്രമായാൽ അതൊക്കെ മുത്തനജ്ജിസാണ്. അപ്പോൾ മുത്തനജ്ജിസിനും വെക്കാൻ പറ്റൂല. എങ്ങനത്തെ മുത്തനജ്ജിസ്? അത് ഒരിക്കലും കഴുകി നന്നാക്കാൻ പറ്റൂല, അങ്ങനത്തെ മുത്തനജ്ജിസാണ്. ആ മുത്തനജ്ജിസിന് എന്താക്കാൻ പറ്റൂല, വിൽക്കാൻ പറ്റില്ല. അപ്പം എണ്ണ, നെയ്യ് പോലത്തേലൊക്കെ നജസായി, അത് കഴുകി നന്നാക്കാൻ പറ്റില്ല. അപ്പം എന്താക്കാൻ പറ്റില്ല, അതിനെ വിൽക്കാനും പറ്റില്ല. നജസ് ആ സാധനത്തിന് നെയ്യ് നജസല്ല, പക്ഷെ ഇത് നജസ് ഇതിൽ നജസായി, അപ്പം അത് മുത്തനജ്ജിസായി. അപ്പം അതിനെ മുത്തനജ്ജിസ് എന്ന് പറയാം. ആ മുത്തനജ്ജിസിനെയും വിൽക്കാൻ പറ്റൂല. അല്ലതി എങ്ങനത്തെ മുത്തനജ്ജിസാണ്? ലാ യുംകിനു തത്ഹീറു, ശുദ്ധമാക്കാൻ ചാൻസ് ഇല്ലാത്ത, കഴിയാത്ത. ലിഅന്നഹു ഫീ മഅനാ നജസിൽ ഐനി, നജസുൽ ഐനിൻ്റെ മഅനയിൽ തന്നെയാണിത്. നജസുൽ ഐൻ ഐനുൻ നജസിൻ്റെ മാതിരി തന്നെയാണ് ഇപ്പോൾ. നായ, പന്നി പോലത്തതായ ഇത് ശുദ്ധിയാക്കാൻ കഴിയൂല, പിന്നെ അതിൻ്റെ വിധി തന്നെ അതിന് വരിക. അതിന് എന്താക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റൂല. ലിഅന്നഹു ഫീ മഅനാ നജസിൽ ഐൻ. ഏതുപോലെ കൽ ഖല്ലി, കൽ ഖല്ലി സുർക്ക, വല്ലബനി പാല് കേട്ടോ. പാലിന് നജസായി, പാലിപ്പോൾ എങ്ങനെ ശുദ്ധിയാക്കാൻ പറ്റുമോ? നജസായാൽ എലി ചത്തു വീണു, അല്ലെങ്കിൽ കല്ല് സുർക്കയിൽ എന്തൊക്കെ ചത്തു വീണു, എലിയോ എന്തോ നജസായി, ഇതൊക്കെ മുത്തനജ്ജിസായി അല്ലേ, മുത്തനജ്ജിസാണ്. അതെന്താക്കാൻ പറ്റില്ല, ക്ലീനാക്കാൻ കഴിയൂല. അപ്പം അതിനെ വെക്കാൻ പറ്റൂല. വഖദ ദുഹ്നു, ഇതേ പ്രകാരം തന്നെ എണ്ണ കേട്ടോ, എണ്ണകൾ സെയ്ത്ത് പോലെ, സെമീന് പോലെ, എണ്ണ ഐറ്റംസുകൾ, അതായത് നെയ്യും ഓയിലൊക്കെ, ഓയില് അതുപോലെ തന്നെ നെയ്യ്, സെയ്ത്ത്, ഓയില്, സെമിൻ, നെയ്യ്, ഇതുപോലത്തതൊക്കെ ഇതേ പ്രകാരം തന്നെയാണ്. അപ്പം ലബനും ഖല്ലും പോലെയാണ് ദുഹന്, എണ്ണ ഐറ്റംസ്, സെയ്ത്ത്, സെമീന് പോലെ. ലാ യുംകിനു തത്ഹീറു, ഇതുകളെ ശുദ്ധമാക്കാൻ ചാൻസ് ഇല്ല, സാധ്യമല്ല. ഫിൽ അസഹി, അഭിപ്രായത്തിൽ. സെയ്ത്തും സെമീനിലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് വഖദ ദുഹ്നു എന്ന് പറയാൻ കാരണം. ലബനിലും കല്ലിലും അങ്ങനത്തെ എന്തില്ല, പ്രശ്നമില്ല. ലബനിലും കല്ലിലും ആയാൽ പിന്നെ അതിൽ അപ്പീലില്ല. ദുഹനിൽ ചില അഭിപ്രായമുണ്ട്. എന്താണ്? എണ്ണ ഐറ്റംസിലൊക്കെ സെയ്ത്തി വസ്സമിന് ലാ യുംകിനു തത്ഹീറുഹു ഫിൽ അസഹി, അഭിപ്രായത്തിൽ ഇതിനെന്താക്കാൻ പറ്റില്ല, ചാൻസ് ഇല്ല. എന്താണ്? ക്ലിയറാക്കാൻ, എന്തായാലും ക്ലീനാക്കാൻ കഴിയൂല. വസാനി, സാനിക്കാര് ലാ യുംകിനു, പറ്റും, ശുദ്ധിയാക്കാൻ പറ്റും. ബിവസിലേനെ കഴിയാൽ മതി, എണ്ണ കഴിയാൽ മതി എന്നാണ് പറഞ്ഞത്. എങ്ങനെ എണ്ണ കഴിക്കല്? കേട്ടോ, ഒരു പാത്രത്തിൽ ചൊരിക്കുക. ഇതിനൊക്കെ മികക്കുന്ന രൂപത്തിൽ വെള്ളം പാരുക, ഒരു പാത്രത്തിൽ പാർന്നിട്ട്. ഹരിക്കൂന്നിട്ട് ഇളക്കുക. കശപത്തിൻ്റെ ഒരു കൊള്ളി കഷ്ണം കൊണ്ട് ഹത്തായസില ജമീ അജിത, എല്ലായിടത്തും വെള്ളത്തോളം ഇങ്ങനെ ഇളക്കുക. അപ്പോൾ എണ്ണ എന്താക്കുക, ഓയിൽ, വെളിച്ചെണ്ണയിൽ എന്തായി നജസായാൽ ഒരു പാത്രത്തിൽ പാർന്നിട്ട് വെള്ളം പാരുക. വെള്ളം പാർന്നിട്ട് അങ്ങനെ ഇളക്കി കഴുകുക. ജമീ അജിജായി കേട്ടോ.
അപ്പം ഈ ഇനായിൻ ഒരു വെള്ളത്തിൽ ചൊരിക്കുക, വെള്ളത്തിൽ ചൊരിക്കുക, എന്നിട്ട് വെള്ളം ചൊരിക്കുക അതിൻ്റെ മേലിൽ. ഒരു പാത്രത്തിൽ പാർന്നിട്ട് വെള്ളം അതിൻ്റെ മേലിൽ മികക്കുന്ന പ്രകാരം പാരുക. യോലിബുഹു ഓയ്യോ ഹരിക്കും, എന്നിട്ട് ഇളക്കുക. ഖശബത്തിനൊരു കൊള്ളിയോണ്ട് അത്താ യസ്ലൈല ജമീ അജിദ്, എല്ലായിടത്തും വെള്ളത്തോളം എന്താക്കി ഇളക്കുക. കമാ തഖദ്ദമ ഫി ബാബിൻ നജാസത്തി, നജസിന്റെ ബാബിൽ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. റദ്ദി, അതിൻ്റെ റദ്ദും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് എതിർപ്പും വന്നിട്ടുണ്ട് അവിടെ. ആ എതിർപ്പോടുകൂടെ അവിടെ ആ ബാബിൽ, നജസിൻ്റെ ബാബിൽ അത് കഴിഞ്ഞു പോയിക്കണം. അവിടെ എങ്ങനെ നജസ് ക്ലീനാക്കാൻ പറ്റും പറ്റൂല എന്നുള്ള ചർച്ച നടന്നുകൊടുത്ത് ക്ലീനാക്കാൻ പറ്റും, അങ്ങനെയാണ് വെള്ളം പാർന്ന് ക്ലീനാക്കാം. എന്നിട്ട് എന്താക്കുക, അങ്ങോട്ട് പൊന്തിക്കും, എണ്ണ പൊന്തിക്കുമ്പോൾ എന്താണ് വേറെ ഊറ്റിയെടുത്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാറദ്ദി, അപ്പോൾ ഈ ബാബിൻ നജാസ്, നജസിൻ്റെ ബാബിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മാറദ്ദി, അതിൻ്റെ റദ്ദോടുകൂടെ അതിൻ്റെ മറുപടിയും അതിൻ്റെ പറ്റൂല എന്നുള്ളതിൻ്റെ ചർച്ചകളൊക്കെ എന്തായിട്ടുണ്ട്, അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിമാ ഫി ഹദീസിൽ ഫറത്തി തമൂത്ത് ഫിസ്സമിന്, ഒരു ഹദീസോടുകൂടെ കേട്ടോ, ഹദീസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ഒരു എലിയത്തെ ഹദീസ്, തമൂത്ത് ഫിസ്സമിൻ്റെ ഒരു നെയ്യിലെന്താ എലിയത്ത്, ആ ഹദീസോടുകൂടെ അവിടെ എന്തായിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹദീസോടുകൂടെ റദ്ദൊക്കെ കൊടുത്തിട്ട് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. മറുപടിയൊക്കെ കൊടുത്തിട്ട് പറ്റൂല എന്നുള്ള, ക്ലീൻ ആക്കാൻ പറ്റൂല. ഹത്താ യസ്ലൈല ജമീ കമാ തഖദ്ദമ ഫീ ബാബിൻ നജാസത്തി മഅ റദ്ദിഹി ഫീമാ ഫീ ഹദീസിൽ ഫറത്തി തമൂത്ത് ഫിസ്സമൻ കേട്ടോ. സമനിൽ മരിച്ച ചത്ത ഒരു എലിയുടെ ഹദീസിലുള്ള ഒന്നോടുകൂടെ എന്താക്കിയിട്ട് റദ്ദൊക്കെ കൊടുത്തിട്ട് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൻകാന ജാമിദൻ കേട്ടോ, ജാമിദാണെങ്കിൽ അപ്പം എന്താണ്, വിമാഫി ഹദീസിൽ ഫറത്തിൻ്റെ ഹദീസിലുള്ള ഒന്ന് തമൂത്ത് ഫിസമിൻ കേട്ടോ, സമിനിൽ ചത്ത ഒരു എലിൻ്റെ വിഷയത്തിലുള്ള ഹദീസിൽ ഉള്ള ഒന്നോട് കൂടെ അവിടെ റദ്ദൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ, ഇൻകാന ജാമിദൻ, ഉറച്ച നെയ്യാണെങ്കിൽ എന്ത്, നബി തങ്ങൾ പറഞ്ഞതാണ്, ഒരു നെയ്യിലെന്തായി എലിയെത്തു. അപ്പോൾ റസൂൽ പറഞ്ഞു ഇൻകാന ജാമിദൻ ഫഅൽഖൂഹ വമാഹുലഹ, ഉറച്ച നെയ്യാണെങ്കിൽ ആ എലി എടുത്തിടുക, ആ എലിനെ തൊട്ട ഭാഗങ്ങളുണ്ടല്ലോ അതുകൂടി എടുത്തിട്ടാൽ ക്ലീൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൻകാന മായി, നീരായ സാധനമാണെങ്കിൽ, ഉറച്ച സാധനമല്ല, എന്താണ് മായിയാണെങ്കിൽ, അതായത് നീരായതാണെങ്കിൽ, അതായത് വെളിച്ചെണ്ണ പോലത്തെ എണ്ണ പോലത്തെ സംഗതികളാണെങ്കിൽ ഫലാത്തൊക്കെ റബ്ബു, അതിൻ്റെ കൂടെ അടുക്കണ്ട എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസൊക്കെ ഉണ്ടായിട്ട് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫലാത്തൊക്കെ റബ്ബു. വഫീ റിവായത്തിൻ, വേറെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ഫരീഖു, അതിനോട് ചിന്തിക്കളീൻ കേട്ടോ. നെയ്യ് വെണ്ണ ഐറ്റംസ് ആണെങ്കിൽ, അതായത് ഉറക്കാത്ത നല്ല വായിയായ നീരായ ഐറ്റംസ് ആണെങ്കിൽ നജസ്, അതിലാണ് എലി ചത്ത് വീണതെങ്കിൽ ഫരീഖു എന്നും കൂടെ മറ്റൊരു ഹദീസിലുണ്ട്, ചൊരിച്ചാളി, ഒഴിവാക്കിയാളി, ഇനി അതെന്താക്കണ്ട, ഉപയോഗിക്കണ്ട. ഫലവും അംക്കനെ തത്തീറുവിനെ ശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ ഷറയിൽ അങ്ങനെ വല്ല മാർഗമുണ്ടെങ്കിൽ ലം യഖുൽ ഫീഹി ദാലിക, ഇത് റസൂലുള്ള പറയുമായിരുന്നില്ല കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്, നെയ്യ് ഉറച്ച നെയ്യാണെങ്കിൽ എലി എടുത്തിട്ടാളി, എലിൻ്റെ ചുറ്റുള്ളത് എടുത്തിട്ടാളി, എന്നിട്ട് ഉപയോഗിച്ചോളി എന്നാണ്. ഇനി മായയാണെങ്കിൽ, നീരായതാണെങ്കിൽ, ഉറക്കാത്തതാണെങ്കിൽ പല അതൊക്കെ അതുമായിട്ട് അടുക്കും വേണ്ടങ്ങള്. ഫിരാത്തുമായത്തിൽ മറ്റൊരു ഹദീസിലുണ്ട് ഫരീഖൂഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, അടുക്കണ്ടെന്നൊന്നിലുണ്ട്, അതിനെ ചൊരിച്ചാളി എന്ന് മറ്റൊന്നിലുണ്ട്. ഇനി പല വാഹനത്തെ ഹീറോയിനെ ശുദ്ധമാക്കാൻ സാധ്യമാവുമെങ്കിൽ ഷറയിൽ അങ്ങനെ വല്ല മാർഗം ഉണ്ടെങ്കിൽ ലം യഖുൽ ഫീഹി, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയില്ല, ഈ വർത്താനോടെ പറയില്ല. ഏത് വർത്താനം, അതിന് ഒഴിവാക്കിയ, അതിൽ അടുക്കണ്ട, അല്ലെ ചിന്തിക്കാളി എന്നൊക്കെയുള്ള വർത്താനം പറയില്ല. അതായത് മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് എന്താക്കിയത്, അത് ആ കാഞ്ഞത്. അപ്പോൾ ഇവിടെ സാനിക്കാർക്ക് ഒരു മറുപടിയും കൂടിയാണിത് കേട്ടോ. ഫരീഖു പല അംകന തതീറു ശറഅൻ ലം യഖുൽ ഫീ ദാലിക വഅലാ ഇംകാനി തത്ഹീരി, ഇത് ശുദ്ധിയാക്കാൻ പറ്റും എന്നുള്ള ഒന്നിൻ്റെ മേലെടുത്ത് കീല പറയപ്പെട്ടിട്ടുണ്ട് സിഹുബയ്യു കേട്ടോ. ശുദ്ധിയാക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായക്കാരുണ്ടല്ലോ, ആ അഭിപ്രായം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു, കീല പറയപ്പെട്ടിരിക്കുന്നു യസിഹുബയ്യു വിൽക്കാൻ പറ്റും. ഖിയാസ് എന്നല്ല സോബി, മുത്തനജിസാൻ സോബിന്റെ മേലെ ഖിയാസാക്കിയിട്ട് മുത്തനജിസാൻ സോബ് വിൽക്കാലോ, അതിക്ക് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ, കഴുകിയാൽ മതിയല്ലോ, കഴുകിയ നജസൊക്കെ പോവല്ലോ. അതുപോലെ അതിനോട് ഖിയാസാക്കിയിട്ട് ഇതിനും വിൽക്കാം, ഈ ക്ലീൻ ആക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായ പ്രകാരം വിൽക്കാൻ പറ്റും എന്ന് ഒരു കീല.
വല്ല അസഹു അസഹുലാൽ മന്നു പറ്റൂലെന്നാ. അസഹ അഭിപ്രായത്തിൽ എന്താക്കാൻ പറ്റില്ല, വെളിച്ചെണ്ണ അതുപോലത്തതൊന്നും എന്താക്കാൻ വിൽക്കാൻ പറ്റൂല, അത് ക്ലീൻ ആക്കാൻ കഴിയൂല. അൽ മന്നു ലേ ഹദീസി, ആ ഹദീസിന് ഹദീസ് കൊണ്ടൊന്നുമല്ല, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. യജ്രിൽ ഖിലാഫു ഫീ ബൈഇൽ മാഇൻ നജസി, ഈ ചർച്ച നടക്കും എവിടെ? ഫീ ബൈഇൽ മാഇൻ നജസി, നജസായ വെള്ളം വെക്കുന്നിടത്തും. വെള്ളം ശുദ്ധിയാക്കാൻ പറ്റുമല്ലേ ചർച്ച. വെള്ളം ശുദ്ധിയാക്കാൻ പറ്റും, കുറഞ്ഞ വെള്ളത്തിലല്ല നജസാകുക. ആ വെള്ളം എന്തായിരിക്കും അധികരിപ്പിച്ചാണ്ട് 2 കൊല്ലത്തായ നജസിന്റെ സ്ഥാനം പോയില്ലേ, കോലം മാറിയില്ലേ. അപ്പൊ ആ വെള്ളം നിൽക്കാൻ പറ്റുമല്ലേ എന്നുള്ളതിലും ഈ ചർച്ച നടക്കും കേട്ടോ. യജ്രിൽ ഖിലാഫു ഫീ ബൈഇൽ മാഇൽ നജസി ലിഅന്ന തത്ഹീറുഹു മുംകിനും ബിൽ മുകാസറത്തി, കാരണം തത്ഹീർ മുംകിനാണ് അല്ലേ. നജസായ വെള്ളം തത്ഹീറാക്കാലോ. എങ്ങനെ തത്ഹീറാക്കാം? മുകാസറത്തുകൊണ്ട് തത്ഹീറാക്കാം, അധികരിപ്പിക്കൽ കൊണ്ട്. വഅശാറ ബഅദുഹും, ചിലർ ഇശാറത്ത് ചെയ്തിട്ട് സൂചന നൽകിയിട്ടുണ്ട്, ഇലൽ ജസ്മി ബിൽ മന്നി, പറ്റൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലര്. അതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായമില്ല, തീരെ പറ്റൂല, നജസായതാണ്ട് ഒഴിവാക്കി കളയും കേട്ടോ. ഫിൽമായി വെള്ളത്തിൽ, ആ വെള്ളത്തിൽ മഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലര്. വഖാല ഇന്നഹു ലൈസ ബിത്തത്ഹീരിൻ കേട്ടോ. പറഞ്ഞെന്ത്? അത് തത്ഹീറല്ല. ഏത് തകാസുർ എന്ന സാധനം എന്തല്ല. വക്കാല ആ ബഅദ് പറഞ്ഞു, ബഅദ് എന്ത് പറഞ്ഞു? ചിലർ പറഞ്ഞില്ല, അന്നഹു ലൈസ ബിത്തത്ഹീരിൻ, ഇപ്പറഞ്ഞ കാര്യം തത്ഹീറല്ല. ബൽ യസ്തഹീലു ബിബുലൂഗി കുല്ലത്തൈനി മിൻ സിഫത്തിൻ നജാസി ഇല തഹാറത്തി കേട്ടോ. അത് തത്ഹീർ എന്നതിനെ പറ്റി പറയില്ല, അതെന്താണ്? കോലം മാറലാണ്. അതിലെ ഇത് അധികരിപ്പിക്കലുകൊണ്ട് എന്താണ്? 2 കൊല്ലത്താവുന്നതോടുകൂടെ നജസ് എന്നുള്ള സിഫത്തിൽ നിന്ന് തഹാറത്ത് എന്നുള്ള സിഫത്തിലേക്ക് കൊണ്ട് മാറലാണ്, കോലം മാറി തരം മറിയലാണ്, അല്ലാന്തല്ല അത് ക്ലീനിങ് ആക്കലല്ല. അതുകൊണ്ട് തീരെ പറ്റൂല എന്ന് ഉറപ്പിച്ച് വയല് പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളം വെക്കാൻ പറ്റൂല. വക്കാല വയല് പറഞ്ഞു, അന്നഹു ലൈസ ബിത്തത്ഹീരിൻ, തത്ഹീർ എന്ന ശുദ്ധീകരണ അല്ലത്. ബൽ യസ്തഹീലു ബിബുലൂഗി കുല്ലത്തി, 2 കൊല്ലത്താവൽ കൊണ്ട് തരം മറിയും. മിൻ സിഫത്തിൻ, ഒരു വിശേഷണത്തിൽ നിന്ന്, നജാസത്തിന്റെ വിശേഷണത്തിൽ നിന്ന്, ഇല ത്വഹാറത്തി, ത്വഹാറത്ത് എന്ന വിശേഷണത്തിലേക്ക് അതെന്താണ്? തരം മറിയാണ്. കൽ ഖംരി തതഖല്ലലു, കള്ള് കല്ലാവുന്ന പോലെ ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്താണ്? അങ്ങോട്ട് ശുദ്ധിയായി മാറാണ്. അതായത് അതിൻ്റെ നജസിയത്ത് നീക്കുക എന്നുള്ളതൊന്നല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടെ എന്താണ്? സഹാറത്തല്ല നടക്കുന്നത്, എന്താണ്? ഇസ്തിഹാലത്താണ്, അതായത് ഒരു തരം മറിയലാണ്. വസ്സാനി, രണ്ടാമത്തത്, മിൻ ശുറൂത്തിൽ ബൈന്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.